DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സാധാരണ ടിക്കറ്റ് നൽകുന്ന റെയിൽവേ കൗണ്ടറുകൾ പൂട്ടാൻ നീക്കം. കൗണ്ടറിലെ സ്ഥിരം ജീവനക്കാരെ റെയിൽവേ പിൻവലിക്കും. ടിക്കറ്റ് നൽകാനായി കൂടുതൽ സ്വകാര്യ ഏജൻസികൾ വരും. ഇതിന്റെ ഭാഗമായി അൺറിസർവ്ഡ് ടിക്കറ്റ് നൽകാൻ സ്റ്റേഷനുകളിൽ മൊബൈൽ UTS സഹായികനെ നിയമിക്കുന്നു. നിലവിൽ തിരഞ്ഞെടുത്ത സ്റ്റേഷനുകളിലാണ് പൈലറ്റ് പദ്ധതി വരുന്നത്. ഇത് പിന്നീട് വ്യാപിപ്പിക്കും. സാധാരണ ടിക്കറ്റ് നൽകുന്ന കൗണ്ടറുകൾ കുറച്ച് ജീവനക്കാരെ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. കരാർ വിളിച്ചാണ് UTS സഹായികനെ നിയമിക്കുന്നത്. നിലവിൽ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തും സ്വകാര്യ ഏജൻസികൾ സാധാരണ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട്. അടുത്തറിയിപ്പ്, കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 160 രൂപ വർദ്ധിച്ചിരിക്കുകയാണ്. 72,160 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഗ്രാമിന് 20 രൂപ കൂടി 9,020 രൂപയിലെത്തി. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,395 രൂപയായി. വെള്ളിയുടെ വില 116 എന്ന നിരക്കിൽ തുടരുകയാണ്. അടുത്തറിയിപ്പ്, ഗൃഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത്. 3 ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡിയായി ഇതിൽ നമുക്ക് ലഭിക്കുക. ഗൃഹശ്രീ പാർപ്പിട പദ്ധതി വഴി സ്വന്തമായിട്ട് ചെറിയ വസ്തുവകകളൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇടത്തരം വരുമാനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് പാർപ്പിടം പണിയുന്നതിനു വേണ്ടി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭ്യമാകുന്ന ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്പോൺസർ, ഗുണഭോക്തൃ വിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കിയാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. സ്പോൺസർ 1 ലക്ഷം രൂപയോളം ഗുണഭോക്താവിന് വേണ്ടി മുടക്കേണ്ടതുണ്ട്. ഇനി ഗുണഭോക്താവിൻ്റെ വിഹിതമായി 1 ലക്ഷം രൂപ കരുതേണ്ടതുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന 3 ലക്ഷം രൂപയോളം സർക്കാരിൻ്റെ സബ്സിഡിയായി നൽകുന്നതായിരിക്കും. ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, ജൂലൈ മാസം സാധാരണ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന തീയതിയിൽ, അതായത് ജൂലൈ 20-നും 30-നും ഇടയിലുള്ള തീയതികളിലായിരിക്കും 1,600 രൂപ പെൻഷൻ നമുക്ക് എത്തിച്ചേരുക. കുടിശ്ശിക 3,200 രൂപ വളരെ വൈകാതെ തന്നെ തീർക്കുമെന്നാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 1,600 രൂപ വീതം തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ആ മാസത്തെ തുകയും ചേർത്ത് 3,200 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ഈ വർഷം തന്നെ കുടിശ്ശിക പെൻഷനായ 3,200 രൂപ വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ പദ്ധതി. ഇതോടൊപ്പം സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങും നടന്നു വരികയാണ്. പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാവരും തന്നെ ഈ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 24-ാം തീയതി വരെയാണ് പെൻഷൻ ചെയ്യുന്നതിനുള്ള സമയം. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് അവരുടെ പേരുകൾ നേരത്തെ തന്നെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരെ അറിയിച്ചാൽ വീടുകളിൽ വന്ന് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.